ഈ കാണുന്നത് ഭൂട്ടാൻ ബോർഡറാണ്. ഇവിടെ നിന്ന് ബോർഡർ ഫോഴ്സിന്റെ കയ്യിൽ നിന്ന് എൻട്രി പാസും വാങ്ങി അകത്ത് ചെന്ന് ഈ കാണുന്ന പമ്പിൽ നിന്ന് പെട്രോളും അടിച്ച് നേരെ എമിഗ്രേഷൻ ഓഫീസിൽ കയറി എക്സിറ്റ് പാസും വാങ്ങി 10 മിനിറ്റിനുള്ളിൽ ഭൂട്ടാനിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് കിടക്കുക. ഇങ്ങനെയാണ് ഇവിടെയുള്ള ആളുകൾ പെട്രോൾ അടിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലെ ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്ന ജയ്ഗാവ് എന്ന പട്ടണത്തിലാണ്. ഇതിനപ്പുറമുള്ളത് ഭൂട്ടാന്റെ ഫുട്ഷോലിംഗ് എന്ന പട്ടണമാണ്. ഇതുവഴി ഭൂട്ടാനിലേക്ക് വരുന്ന, പ്രത്യേകിച്ച് സോളോ ഒക്കെ ചെയ്തു വരുന്ന കുറച്ചെങ്കിലും സഞ്ചാരികൾക്ക് സുപരിചിതമായിട്ടുള്ളൊരു മുഖമായിരിക്കും പ്രവീൺ ചേട്ടൻ്റെത്. മലയാളിയായ പ്രവീൺ ചേട്ടൻ ഭാര്യയും കുട്ടികളുമൊക്കെയായി ജയ്ഗാവിലാണ് താമസിക്കുന്നത്. പ്രവീൺ ചേട്ടന്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇവിടുന്ന് ഞങ്ങളെ ഭൂട്ടാനിലെ ഫുട്ഷോലിംഗിലേക്ക് കൊണ്ടുപോയതും അധികമാരും കാണാത്ത ബംഗാളിലെ ഉൾഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോയതും പ്രവീൺ ചേട്ടനാണ്. ഈ കാണുന്നത് ഇവിടെയുള്ള ഗ്രാമത്തിലെ വീടുകളാണ്. ഈ ഭാഗങ്ങളിൽ കൂടുതലും വനപ്രദേശങ്ങളായതുകൊണ്ട് വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവർ ഈ തൂണുകളുടെ മുകളിൽ വീടുകൾ വയ്ക്കുന്നത്. അതേപോലെ തന്നെ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഭാഗമായിട്ടുള്ള ഹാഷിമാര എയർ സ്റ്റേഷനും ഇവിടെ അടുത്ത് തന്നെയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ഡ്രില്ലുകൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് ഇവ കാണാൻ സാധിക്കും. ഇന്ത്യയിൽ നിന്നും ഭൂട്ടാനിലേക്കുള്ള മെയിൻ ബോർഡർ ആയതുകൊണ്ട് തന്നെ പല ഇന്റർനാഷണൽ ഹിമാലയൻ റാലികളും ജയ്ഗാവിലൂടെ കടന്നു പോകാറുണ്ട്. ലോകത്തെ പല ഭാഗത്തു നിന്നുമുള്ള ക്ലാസിക് കാറുകളിൽ ഹിമാലയൻ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വന്ന വിദേശികളുടെ കാറുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ഓൾ ഇന്ത്യ റൈഡ് നടത്തുന്നവർക്ക് ഭൂട്ടാൻ കൂടി കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുവഴിയാണ് വരേണ്ടത്. സോ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളുക.